കമ്പനീൻ്റെ യൂണിറ്റ് 7 ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. കഴിഞ്ഞ യൂണിറ്റിൽ നമ്മൾ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനെ കുറിച്ചാണ് പഠിച്ചത്. ഈ യൂണിറ്റ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനെ കുറിച്ചാണ്. മെമ്മോറാണ്ടം ആർട്ടിക്കിൾസ് കുറേയൊക്കെ സിമിലറാണ്, അതായത് അതിൻ്റെ ഓൾട്രേഷനും കാര്യങ്ങളും ഒക്കെ കുറച്ചൊക്കെ സിമിലറാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ, അതായത് എന്താണ് മെമ്മോറാണ്ടം, എന്താണ് ആർട്ടിക്കിൾസ് എന്നുള്ളതിനകത്താണ് ഡിഫറൻസ് വരിക. മെമ്മോറാണ്ടം എന്ന് പറയുമ്പോൾ ഒരു കമ്പനിയുടെ ബേസിക് ആയിട്ടുള്ളൊരു കോൺസ്റ്റിറ്റ്യൂഷനാണ് മെമ്മോറാണ്ടം എന്ന് പറയുന്നത്. ആർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ ഉള്ളിലുള്ള ഇൻറ്റേർണൽ അഫയേഴ്സിൻ്റെ മാനേജ്മെൻറ്റിന് ഗവേൺ ചെയ്യുന്നതാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുമ്പോൾ. ദ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓഫ് എ കമ്പനി ആർ ഇറ്റ്സ് ബൈലോസ് ഓർ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ദാറ്റ് ഗവേൺ ദ മാനേജ്മെൻറ്റ് ഓഫ് ഇറ്റ്സ് ഇൻറ്റേർണൽ അഫയേഴ്സ് ആൻഡ് കണ്ടക്ട് ഓഫ് ഇറ്റ്സ് ബിസിനസ്. ഒരു ബിസിനസ് പ്രോപ്പറായിട്ട് സ്മൂത്തായിട്ട് എങ്ങനെ കൊണ്ട് നടക്കാമെന്നുള്ളതിന് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് സെറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ആർട്ടിക്കിൾസ് എന്ന് പറയുക. അത് രജിസ്റ്റർ ഓഫ് കമ്പനീസ് നമ്മൾ കൊണ്ട് സബ്മിറ്റ് ചെയ്ത് അപ്രൂവാക്കി എടുക്കണം. എന്നാലാണ് അതൊരു ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഇറ്റ് റെഗുലേറ്റ്സ് ദി ഇൻറ്റേർണൽ മാനേജ്മെൻറ്റ്. ഇൻറ്റേർണൽ മാനേജ്മെൻറ്റ് റെഗുലേറ്റ് ചെയ്യാനാണ് ആർട്ടിക്കിൾസ് വെക്കുന്നത്. അത് ഓരോ ഓഫീസേഴ്സിൻ്റെയും പവർ, എത്രത്തോളം അവർക്ക് പവർ ഉണ്ട്, എന്തൊക്കെയാണ് അവർക്ക് ചെയ്യാനുള്ള അധികാരം ഉള്ളത് എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് ആർട്ടിക്കിൾസ് വെച്ചിട്ടാണ്. അതൊരു കമ്പനീൻ്റെയും മെമ്പേഴ്സിൻ്റെയും തമ്മിലുള്ളൊരു കോൺട്രാക്റ്റാണ്. മെമ്പേഴ്സ് തമ്മിലും കമ്പനി മെമ്പേഴ്സും തമ്മിലുള്ളൊരു കോൺട്രാക്റ്റാണ് ആർട്ടിക്കിൾസ്. ഒരു കമ്പനീൻ്റെ ഓർഡിനറി റൈറ്റ്സ് ആൻഡ് റെഗുലേഷൻ, അത് മെമ്പർഷിപ്പായിട്ട് വരുന്ന എന്തെങ്കിലും ഓരോ ആൾക്കാർക്കും ആ കമ്പനിയിലെ ഫുൾ മെമ്പേഴ്സിൻ്റെ ഒബ്ലിഗേഷൻസും അവരുടെ റൈറ്റ്സും, അവർക്ക് എന്തൊക്കെ ചെയ്യാനാണ് അവർ ബാധ്യസ്ഥരായിട്ടുള്ളത്, അവർക്ക് എന്തൊക്കെ അവകാശങ്ങളുണ്ട്, ഇതെല്ലാം പറയുന്നത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലാണ്. രജിസ്ട്രേഷൻ ഓഫ് ആർട്ടിക്കിൾസ്. കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 5 പ്രകാരമാണ് കമ്പനീസ് ആക്ട് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ രജിസ്റ്റർ ചെയ്യേണ്ടത്. അത് രജിസ്റ്റർ ചെയ്യാൻ കുറച്ച് ടേബിൾസ് ഉണ്ട്. നമ്മൾ മെമ്മോറാണ്ടത്തിൽ പറഞ്ഞ പോലെ ഓരോ കമ്പനിക്കും ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേബിൾസാണ് ഫോളോ ചെയ്യേണ്ടത്. ടേബിൾസ് FGHIJ ആണുള്ളത്. ഷെഡ്യൂൾ 1 ഇത് പറഞ്ഞത്. ടേബിൾ F കണ്ടെയ്ൻസ് മോഡൽ ആർട്ടിക്കിൾസ് ഫോർ എ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്. കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസിന് ടേബിൾ F ആണ് യൂസ് ചെയ്യുക. കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആണെങ്കിൽ G. ഷെയർ ക്യാപിറ്റൽ ഉള്ള കമ്പനി ലിമിറ്റഡ് ഗ്യാരണ്ടി ആണെങ്കിൽ G ആണ് ഫോളോ ചെയ്യുക. ഷെയർ ക്യാപിറ്റൽ ഇല്ലാത്ത കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആണെന്നുണ്ടെങ്കിൽ H ആണ് ഫോളോ ചെയ്യുക. അൺലിമിറ്റഡ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ I. ഷെയർ ക്യാപിറ്റൽ ഉള്ള അൺലിമിറ്റഡ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ I. ഷെയർ ക്യാപിറ്റൽ ഇല്ലാത്ത അൺലിമിറ്റഡ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ ടേബിൾ J ആണ് ഫോളോ ചെയ്യുക. സൈനിങ് ഓഫ് ദി ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. സൈനിങ് ഒക്കെ നമ്മുടെ മെമ്മോറാണ്ടം പോലെ തന്നെ സിമിലർ തന്നെയാണ് ആർട്ടിക്കിൾസിനകത്ത് വരുന്നത്. മെമ്മോറാണ്ടം സൈൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് ആർട്ടിക്കിൾസും സൈൻ ചെയ്യേണ്ടത്. എല്ലാ മെമ്മോറാണ്ടം സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും, അതായത് മെമ്മോറാണ്ടം പറഞ്ഞ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓഫ് എ കമ്പനി ഷാൽ ബി സൈൻ ബൈ ഈ സബ്സ്ക്രൈബർ ടു ദി മെമ്മോറാണ്ടം. മെമ്മോറാണ്ടം സബ്സ്ക്രൈബ് ചെയ്യുന്ന എല്ലാവരും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും സൈൻ ചെയ്യണം. അവരുടെ അഡ്രസ്സ്, പേര്, അവരുടെ ഓക്യുപ്പേഷൻ ഡീറ്റെയിൽസ് ഇതെല്ലാം സബ്മിറ്റ് ചെയ്ത് ഇതെല്ലാം മെൻഷൻ ചെയ്തിട്ട് വേണം സൈൻ ചെയ്യാനായിട്ട്. അതിൻ്റെ കൂടെ ഒരു ഐ വിറ്റ്നസ്സും കൂടെ വേണം. അതായത് ഇവർ സിഗ്നേച്ചറും അഡ്രസ്സും കാര്യങ്ങളെല്ലാം ഞാൻ വെരിഫൈ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു വിറ്റ്നസ്സും കൂടെ, അറ്റ്ലീസ്റ്റ് ഒരു വിറ്റ്നസ്സെങ്കിലും സൈൻ ചെയ്യാനായിട്ട് വേണം. വിറ്റ്നസ്സിൻ്റെ ഡിക്ലറേഷനാണ് ഇത്. ഐ വിറ്റ്നസ് ടു subscriber or subscribers who have subscribed and signed in my presence further I have verified this. അതായത് എൻ്റെ മുൻപാകെയാണ് ഇവർ സൈൻ ചെയ്തത്. ഈ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ മുൻപാകെയാണ് സൈൻ ചെയ്തത്. ഞാൻ അവരുടെ ID വെരിഫൈ ചെയ്തിട്ടുണ്ട്. അവരുടെ ഐഡൻറ്റിഫിക്കേഷൻ വെരിഫൈ ചെയ്ത് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ളത് ഡിക്ലറേഷൻ കൊടുക്കും. അത് വിറ്റ്നസ്. അടുത്തത് വെൻ ഒരു സബ്സ്ക്രൈബർ ടു ദി മെമ്മോറാണ്ടം ഈസ് ഇല്ലിറ്ററേറ്റ്. അതും മെമ്മോറാണ്ടത്തിലുള്ള പോലെ തന്നെയാണ്. ഒരു സബ്സ്ക്രൈബർ ഇല്ലിറ്ററേറ്റ് ആണെന്നുണ്ടെങ്കിൽ അയാൾക്ക് പകരം വേറൊരാൾ ഡിക്ലറേഷനും കാര്യങ്ങളും എല്ലാം ഫില്ല് ചെയ്ത് കൊടുത്ത് അവർക്ക് മെമ്മോറാണ്ടവും ആർട്ടിക്കിൾസും ഫുൾ വായിച്ചു കൊടുത്തതിന് ശേഷം അയാളെ കൊണ്ട്, അതായത് ആരാണോ സബ്സ്ക്രൈബർ അവരെ കൊണ്ട് തമ്പ് ഇംപ്രഷൻ ചെയ്യിക്കുക. അത് കഴിഞ്ഞിട്ട് ഇയാൾ വിറ്റ്നസ് ആയിട്ട് ഡിക്ലറേഷനൊക്കെ എഴുതി കൊടുക്കണം. അതായത് ഇയാൾ ഇയാൾ വായിച്ചതെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്, ഇന്നയാളെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് ഞാനാണിത് ഇതാക്കുന്നത് പറഞ്ഞിട്ട് ഡിക്ലറേഷൻ അയാളും കൊടുക്കണം. then whether subscriber to the memorandum is a body corporate ആണ് സബ്സ്ക്രൈബർ എന്നുണ്ടെങ്കിൽ അവരുടെ ഡയറക്ടറോ ഓഫീസർ അല്ലെങ്കിൽ ഏതെങ്കിലും അവരെ ഓതറൈസ് ചെയ്യുന്ന എംപ്ലോയി വേണം സൈൻ ഇടാനായിട്ടും
ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനായിട്ടും. വെദർ സബ്സ്ക്രൈബർ ഈസ് എ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ്, സബ്സ്ക്രൈബർ ഒരു ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ബാക്കി പാർട്ട്നേഴ്സ് അപ്രൂവ് ചെയ്യുന്ന ഒരു പാർട്ട്ണറാകും ഇവരെ ആർട്ടിക്കിൾസിൽ സൈൻ ചെയ്യാം. വെദർ സബ്സ്ക്രൈബർ ടു ദി മെമ്മോറാണ്ടം ഇസ് എ ഫോറിൻ നാഷണൽ റിസൈഡിങ് ഔട്ട്സൈഡ് ഇന്ത്യ, ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള റൂൾസ് എല്ലാം ഫോളോ ചെയ്തിട്ട് വേണം സൈൻ ചെയ്യാനായിട്ട്. അടുത്തത് കണ്ടൻസ് ഓഫ് ആർട്ടിക്കിൾസ്. We have learned that contains the rules and regulation of the internal management. കമ്പനിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻ, ഇൻറ്റേർണൽ മാനേജ്മെൻറ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ഒരു ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ ഉണ്ടാവുക. ആസ് പെർ സെക്ഷൻ 5 ഓഫ് ദി കമ്പനീസ് ആക്ട് 2013, the article shall also contain such matters as may be prescribed. അതല്ലാതെ എന്തെങ്കിലും പ്രത്യേകം സിറ്റുവേഷൻസിന് വേണ്ടി നമ്മൾ ഇങ്ങനെ ഡീൽ ചെയ്യും എന്നുള്ളത് പ്രത്യേകം എഴുതണമെന്നുണ്ടെങ്കിൽ അതും ആർട്ടിക്കിൾസിനകത്ത് മെൻഷൻ ചെയ്യാവുന്നതാണ്. However, company may include such additional matters in its particulars as may be prescribed, considered necessary by for its management. അവരുടെ ഒരു കമ്പനിയുടെ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് അനിവാര്യമാണെന്ന് തോന്നുന്ന വേറെ എന്തെങ്കിലും കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും അവർക്ക് ആർട്ടിക്കിൾസിനകത്ത് മെൻഷൻ ചെയ്യാവുന്നതാണ്. അടുത്തത് പ്രൊവിഷൻസ് ഫോർ എൻട്രേഞ്ച്മെൻറ്റ്. സെക്ഷൻ 5 സബ്സെക്ഷൻ 3യിലാണ് provisions of entrenchment എന്ന് പറയുന്നത്. When it means is that what it means is that articles may provide that certain provisions of the articles will not be altered merely by passing a special resolution. They will require a more elaborate prescribed procedure to be followed. നമുക്ക് ആർട്ടിക്കിൾസിനകത്ത് നമ്മളിപ്പോൾ കമ്പനി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ആർട്ടിക്കിൾസ് നമ്മൾ സബ്മിറ്റ് ചെയ്ത് അപ്രൂവ് ചെയ്ത് നമ്മൾ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്ത് കുറച്ച് കാലം കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിനകത്ത് എന്തെങ്കിലും മാറ്റം വരുത്തണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ മാറ്റും? നമ്മൾ മെമ്മോറാണ്ടം നമ്മൾ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടാണ് നമ്മൾ അതിന് ചേഞ്ചസ് വരുത്തുക. പിന്നെ അതേമാതിരി സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവലൊക്കെ വേണം. പക്ഷേ ആർട്ടിക്കിൾസിനകത്ത് ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും പ്രൊസീജിയേഴ്സ് ഇല്ല. നോർമൽ കേസിലാണെന്നുണ്ടെങ്കിൽ ആർട്ടിക്കിൾസിനകത്ത് നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജനറൽ മീറ്റിങ്ങിൽ നമ്മൾ ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ചേഞ്ചസ് വരുത്താനായിട്ട് സാധിക്കും. പക്ഷേ അങ്ങനെ ആകുമ്പം ഉള്ളിലുള്ള ഇൻറ്റേർണൽ മാനേജ്മെൻറ്റിന് ഈസി ആയിട്ട് തന്നെ ഈ ചേഞ്ചസ് വരുത്താം. അപ്പം എല്ലാ കാര്യങ്ങളും അങ്ങനെ ചെയ്യേണ്ട, കുറച്ചും കൂടെ പ്രൊസീജിയേഴ്സ് വേണമെന്ന് തോന്നുമ്പം അങ്ങനത്തെ കേസിലാണ് പ്രൊവിഷൻസ് ഫോർ എൻട്രേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ഇന്ന സിറ്റുവേഷനിൽ സ്പെഷ്യലായിട്ട് പ്രൊസീജിയർ വേണം, ഇങ്ങനെ പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്ത് സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയാൽ മാത്രമേ ആർട്ടിക്കിൾസിൽ ഈ പോർഷന് ചേഞ്ച് വരുത്താൻ പറ്റുള്ളൂ എന്നൊരു പ്രൊവിഷൻ വയ്ക്കുന്നതിനെയാണ് പ്രൊവിഷൻസ് ഫോർ എൻട്രേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. Provisions for entrenchment referred to above shall only be made either on formation of a company or by an amendment in the articles agreed to by all the members of the company in case of a private company and by special resolution in case of a public company. ഒരു എൻട്രേഞ്ച്മെൻറ്റ് പ്രൊവിഷൻ ആർട്ടിക്കിൾസിൽ വരുത്തണം. കമ്പനിയുടെ ഫോർമേഷൻ സമയത്താണെന്നുണ്ടെങ്കിൽ എല്ലാ മെമ്പേഴ്സിൻ്റെയും സമ്മതം വേണം. അമെൻമെൻറ്റിന് ആണെങ്കിൽ എല്ലാ മെമ്പേഴ്സിൻ്റെ സമ്മതം വേണം. പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ, പബ്ലിക് കമ്പനി ആണെന്നുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കേണ്ടി വരും ഈ ആർട്ടിക്കിൾസിൽ ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ട്. Whether articles contain provisions for entrenchment, whether made on formation or by amendment, the company shall give notice to the registrar of such provisions. എൻട്രേഞ്ച്മെൻറ്റിൻ്റെ പ്രൊവിഷൻസ് ആർട്ടിക്കിൾസിൽ നമ്മൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അത് അമെൻഡ് ചെയ്ത് നമ്മൾ വരുത്തുകയാണെങ്കിലോ ആ കാര്യം നമ്മൾ രജിസ്ട്രാറിനെ നമ്മൾ സ്പെഷ്യലായിട്ട് അറിയിക്കണം. The articles of association of a company usually contains rules and regulations related to the following matters. ഈ പറയുന്ന കാര്യങ്ങളിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് യൂഷ്വലി ഒരു ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ ഉണ്ടാവാറ്. ഫസ്റ്റ് വൺ, ദി എക്സ്ക്ലൂഷൻ വോളി ഓർ ഇൻ പാർട്ട് ഓഫ് ദി മോഡൽ ആർട്ടിക്കിൾസ് ഇസ് ആസ് കണ്ടെയ്ൻ ഇൻ ദി റെസ്പെക്റ്റീവ് ടേബിൾസ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഓരോ കമ്പനിക്കും ഓരോ ടേബിൾസ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അതാണ് നമ്മൾ ഓരോ കമ്പനിയുടെ മോഡൽ ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ ആ ആർട്ടിക്കിൾസ് ഫുള്ളായിട്ട് അത് തന്നെ ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് പോർഷൻ മാത്രം വേണമെങ്കിൽ ഫോളോ ചെയ്യാം. അപ്പം അത് എടുത്ത് പറയണം, നമ്മൾ ഈ ഇന്ന ആർട്ടിക്കിളിലാണ് ഫോളോ ചെയ്യുന്നത്, അതിനകത്ത് ഇന്ന കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുന്നത്, ഇന്ന കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യില്ല എന്നുള്ളത് സ്പെസിഫിക് ചെയ്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. രണ്ടാമത്തത് ഷെയർ ക്യാപിറ്റൽ. കമ്പനിക്ക് എത്ര വാല്യൂവിൻ്റെ ഷെയർ ആണുള്ളത്, എത്ര ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ എത്രയാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്, ഇക്വിറ്റി ഷെയർസ് ആണോ പ്രിഫറൻസ് ഷെയർസ് ആണോ, അതിൻ്റെ എമൗണ്ട് എത്രയാണ്, നമ്പർ ഓഫ് ഷെയർസ് എത്രയാണ്, പ്രൈസ് പാർ വാല്യൂ, അതായത് ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മളെ ഷെയറിൻ്റെ വാല്യൂ എത്രയാണ്, ഇതെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതേമാതിരി റൈറ്റ്സ് ഓഫ് ഈച്ച് ക്ലാസ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്, എല്ലാ ഷെയർ ഹോൾഡേഴ്സിൻ്റെയും റൈറ്റ്സ്, അവർക്ക് എന്തൊക്കെ അധികാരങ്ങളുണ്ട്, അതേമാതിരി എന്തെങ്കിലും പ്രൊസീജിയർ ഫോർ വേരിയേഷൻ ഓഫ് ദ റൈറ്റ്സ്, അതിൻ്റെ വേരിയേഷൻ, അതായത് ഷെയർ ഹോൾഡേഴ്സിന് റൈറ്റ്സിൻ്റെ വേരിയേഷൻ ഉണ്ടെങ്കിൽ അത് വേരിയേഷൻ വരുത്തണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്താണ്, അതൊക്കെ അതിനകത്ത് ഉണ്ടാവും. ദെൻ പ്രൊസീജിയർ റിലേറ്റിംഗ് ടു ദ അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ് അലോട്ട് ചെയ്യുന്നത്, മേക്കിംഗ് കോൾസ്,
അതായത് പേയ്മെൻറ്റിന് വേണ്ടിയിട്ട് ഷെയർസ് നമ്മൾ വാങ്ങിക്കുമ്പോൾ തന്നെ ഫുള്ളി പെയ്ഡപ്പ് ആയിക്കൊള്ളുന്നില്ല. അപ്പോൾ ഫെർദർ അത് പിന്നെ കോൾ ചെയ്തിട്ടാണ് നമ്മൾ വാങ്ങിക്കുക. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ആർട്ടിക്കിൾസിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതേമാതിരി ഷെയർ ക്യാപിറ്റൽ കൂട്ടാൻ, അതിന് ചേഞ്ച് വരുത്താൻ, റിഡക്ഷൻ ചെയ്യാനും എല്ലാത്തിൻ്റെ റൂൾസും റെഗുലേഷൻസും ആർട്ടിക്കിൾസിനകത്താണ് ഉണ്ടാവുക. ദെൻ റൂൾസ് റിലേറ്റിംഗ് ട്രാൻസ്ഫർ ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസ് ആൻഡ് ദ പ്രൊസീജിയർ ടു ബി ഫോളോഡ് ഫോർ ദ സെയിം. ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാനോ ട്രാൻസ്മിഷൻ ചെയ്യാനോ ഉള്ള റൂൾസ് ആർട്ടിക്കിൾസിനകത്ത് ഉണ്ടാകും. അതേമാതിരി ലീൻ ഓഫ് ദി കമ്പനി ഓൺ ഷെയർസ് അലോട്ടഡ് ടു ദി മെമ്പേഴ്സ് ഫോർ ദി എമൗണ്ട് അൺപെയ്ഡ് ഇൻ റെസ്പെക്ട് ഓഫ് സച്ച് ഷെയർസ് ആൻഡ് ദി പ്രൊസീജിയർ ഇൻ റെസ്പെക്ട് ദെയറോഫ്. മെമ്പേഴ്സിന് അലോട്ട് ചെയ്തിട്ടുള്ള ഷെയർസ് ലീൻ ഓൺ ദി കമ്പനി ഓൺ ഷെയർസ് അലോട്ടഡ് ടു ദി മെമ്പേഴ്സ് ഫോർ ദി എമൗണ്ട് അൺപെയ്ഡ്. നമ്മൾ പേ ചെയ്യാത്ത എമൗണ്ടിന് ഷെയർസ് അലോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആർട്ടിക്കിൾസ് ഉണ്ടാവും. അതേമാതിരി അപ്പോയിൻമെൻറ്റ് റെമ്യൂണറേഷൻ, കമ്പനിയിലെ ഡയറക്ടേഴ്സിൻ്റെയും ഓഫീസിൻ്റെയും അപ്പോയിൻമെൻറ്റ്, അവർക്ക് എത്രത്തോളം സാലറി കൊടുക്കണം, അവരെങ്ങനെയാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്, അവരുടെ പവേഴ്സ് എന്തൊക്കെയാണ്, ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, ഇതൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് കോമ്പോസിഷൻ ഓഫ് ഓഡിറ്റ് കമ്മിറ്റി, റെമ്യൂണറേഷൻ കമ്മിറ്റി, CSR കമ്മിറ്റി. CSR എന്ന് വെച്ചാൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ്. അതിനൊക്കെ ഓരോ കമ്മിറ്റി ഉണ്ടാകും. ആ കമ്മിറ്റീൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ്, അതിനകത്ത് എങ്ങനെയൊക്കെ ആൾക്കാരെയാണ് നമ്മൾ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, ഇതെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതേമാതിരി പ്രൊസീജിയർ ഫോർ കൺവേർഷൻ ഓഫ് ഷെയർസ് ഇൻ ടു സ്റ്റോക്ക്. കമ്പനിയുടെ ഷെയർസ് സ്റ്റോക്കാക്കി മാറ്റാനും സ്റ്റോക്ക് തിരിച്ച് ഷെയർസ് ആക്കി മാറ്റാനുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ടാവും. അതേമാതിരി മീറ്റിംഗ് വിളിക്കുമ്പോൾ അതിൻ്റെ നോട്ടീസ് ഇറക്കുന്നത്, വോട്ടിംഗ് റൈറ്റ്സ്, മെമ്പേഴ്സിന് എത്രത്തോളം വോട്ടിംഗ് റൈറ്റ്സ്, പ്രോക്സിക്ക് വരാനുള്ള ഡീറ്റെയിൽസ്, പ്രോക്സി വെക്കാനുള്ള പ്രൊസീജിയേഴ്സ്, മിനിമം എത്ര നമ്പർ ആൾക്കാർ മീറ്റിങ്ങിൽ വേണമെന്നുള്ളതിൻ്റെത്, പിന്നെ പോൾ എടുക്കുന്നത് എങ്ങനെയാണ്, ഇതിൻ്റെ എല്ലാ പ്രൊസീജിയേഴ്സും ആർട്ടിക്കിൾസിനകത്ത് ഉണ്ടാവും. ദെൻ ഓഡിറ്റ് ഓഫ് അക്കൗണ്ട്സ്, ട്രാൻസ്ഫർ ഓഫ് എമൗണ്ട് ടു റിസർവ്സ്, ഡിക്ലറേഷൻ ഓഫ് ഡിവിഡൻഡ്. അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യുന്നതിൻ്റെ പ്രൊസീജിയേഴ്സ്, റിസർവിനകത്തോട്ട് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഡിവിഡൻഡ് ഡിക്ലറേഷൻ്റെ ഡീറ്റെയിൽസ്. അതേമാതിരി കമ്പനീൻ്റെ ബോറോയിങ് പവർ എത്രയാണ്, അതെങ്ങനെയാണ് നമുക്ക് ബോറോ ചെയ്യാനുള്ള ബോറോയിങ് പവർ എക്സസൈസ് ചെയ്യുന്ന പ്രൊസീജിയർ എന്തൊക്കെയാണ്, അതുമാതിരി ഷെയർ സർട്ടിഫിക്കറ്റ്സ് ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ പ്രൊസീജിയർ, ഡ്യൂപ്ലിക്കേറ്റ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ പ്രൊസീജിയർ, അതേമാതിരി കമ്പനി വൈൻഡിങ് അപ്പ് ചെയ്യുന്നതിൻ്റെ പ്രൊസീജിയേഴ്സ്, അതായത് കമ്പനി തുടങ്ങി വൈൻഡ് അപ്പ് ചെയ്യുന്നത് വരെയുള്ള ഫുൾ പ്രൊസീജിയേഴ്സും എല്ലാ കാര്യങ്ങളും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആയിട്ട് ആർട്ടിക്കിൾസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. ഒരു കമ്പനി പ്രോപ്പറായിട്ട് സ്മൂത്തായിട്ട് ഫങ്ഷൻ ചെയ്തു പോകാൻ ഉള്ളത് കാര്യങ്ങളെല്ലാം തന്നെ ആർട്ടിക്കിൾസിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. പക്ഷേ ഈ കാര്യങ്ങളൊന്നും കമ്പനീസ് ആക്ടിനെയോ അതോ മെമ്മോറാൻഡം ഓഫ് അസോസിയേഷനിൽ കോൺട്രഡിക്റ്റ് ആയിട്ടുള്ള പ്രൊവിഷൻസ് ഒന്നും വെക്കാൻ വേണ്ടി പാടില്ല. അതായത് ഇപ്പോൾ മെമ്മോറാൻഡം ഓഫ് അസോസിയേഷനിൽ നമ്മൾ കുറച്ച് ഒബ്ജക്റ്റീവ്സ് പറയണം, ആ ഒബ്ജക്റ്റീവ്സിൻ്റെ പുറത്തോട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ മെൻഷൻ ചെയ്യാണ്, അതൊരു പവറായിട്ട് മെൻഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വാലിഡ് അല്ല, അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. The number of അടുത്ത റെഗുലേഷൻസ് റിക്വയർഡ് ഇൻ കേസ് ഓഫ് അൺലിമിറ്റഡ് കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആൻഡ് പ്രൈവറ്റ് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്. ഷെയർ ക്യാപിറ്റലുള്ള കമ്പനിയാണെന്നുണ്ടെങ്കിൽ കമ്പനി ലിമിറ്റഡ് ബൈ അൺലിമിറ്റഡ് ലയബിലിറ്റി കമ്പനിയിൽ ഷെയർ ക്യാപിറ്റലുള്ള കമ്പനിയാണെന്നുണ്ടെങ്കിൽ ദി നമ്പർ ഓഫ് മെമ്പേഴ്സ് വിത്ത് വിച്ച് ദി കമ്പനി പ്രൊപ്പോസസ് ടു ബി രജിസ്റ്റർ, അതായത് കമ്പനിയിൽ എത്ര മെമ്പേഴ്സ് ആണോ അവർ ഉദ്ദേശിക്കുന്നത് അത്ര നമ്പർ ഓഫ് മെമ്പേഴ്സ് വെച്ചിട്ട് വേണം രജിസ്റ്റർ ചെയ്യാനായിട്ട്. ഷെയർ ക്യാപിറ്റൽ ഇല്ലാത്ത കമ്പനിയാണെന്നുണ്ടെങ്കിൽ സേ ദാറ്റ് ദി സബ്സ്ക്രൈബേഴ്സ് ടു ദി മെമ്മോറാൻഡം ആൻഡ് സച്ച് അതർ മെമ്പേഴ്സ് ആസ് ദി ബോർഡ് ഷാൽ അഡ്മിറ്റ് ടു മെമ്പർഷിപ്പ് ഓൾ ഷാൽ ബി മെമ്പേഴ്സ് ഓഫ് ദി കമ്പനി. അതായത് മെമ്മോറാൻഡം സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാരും അതല്ലാതെ ബോർഡ് തീരുമാനിച്ച വേറെ കമ്പനിയായിട്ട് നിൽക്കുന്ന അതർ മെമ്പേഴ്സായിട്ട് അതല്ലാതെ നിൽക്കുന്ന ആൾക്കാരെ മെമ്പർഷിപ്പും കമ്പനിയിൽ പരിഗണിക്കും ഷെയർ ക്യാപിറ്റൽ ഇല്ലെങ്കിൽ. പ്രൈവറ്റ് കമ്പനി ആകുമ്പം അവരുടെ ആർട്ടിക്കിൾസിനകത്ത് പ്രത്യേകം മെൻഷൻ ചെയ്യണം ആ 3 റെസ്ട്രിക്ഷൻസ്. ഒരു പ്രൈവറ്റ് കമ്പനി ആകാനുള്ള കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്, ആ 3 കണ്ടീഷൻസും സ്പെസിഫൈ ചെയ്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. അതായത് ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല, ലിമിറ്റഡ് നമ്പർ ഓഫ് മെമ്പേഴ്സ് ലിമിറ്റഡ് ആണ്, പിന്നെ പബ്ലിക്കിന് ഇൻവിറ്റേഷൻ കൊടുക്കില്ല, ഇതൊക്കെ സ്പെസിഫൈ ചെയ്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ. ഇനി ഓൾട്ടറേഷൻ ഓഫ് ആർട്ടിക്കിൾസ്, എങ്ങനെ നമുക്ക് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ചേഞ്ച് വരുത്താം. ഓൾറെഡി നമ്മൾ കമ്പനി ഫോം ചെയ്ത് ഇൻകോർപ്പറേഷൻ കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞിട്ട് നമുക്കതിന് ചേഞ്ച് വരുത്തണമെന്ന് തോന്നി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, നമുക്ക് ചേഞ്ച് വരുത്തണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക, സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയാൽ മതി. അതായത് കമ്പനിയുടെ ജനറൽ മീറ്റിങ്ങിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കി കഴിഞ്ഞാൽ
നമുക്ക് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ ചേഞ്ചസ് വരുത്താൻ പറ്റും. ഇൻക്ലൂഡിങ് ഓൾട്ടറേഷൻസ് ഹാവിംഗ് ദ എഫക്റ്റ് ഓഫ് കൺവേർഷൻ ഓഫ് പ്രൈവറ്റ് കമ്പനി പബ്ലിക് കമ്പനി ആയിട്ട് മാറ്റാനോ പബ്ലിക് കമ്പനി പ്രൈവറ്റ് കമ്പനി ആക്കി മാറ്റാനോ നമ്മുടെ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയാൽ മതി. പക്ഷേ പബ്ലിക് കമ്പനി ഒരു പ്രൈവറ്റ് കമ്പനി ആക്കാൻ വേണ്ടി സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ വേണം, അപ്രൂവലും കൂടെ വേണം. അതായത് സ്പെഷ്യൽ റെസൊല്യൂഷനും പാസ്സാക്കണം, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവലും വേണം. ബാക്കി നമ്മൾ ഹൗ ടു കൺവേർട്ട് എ പ്രൈവറ്റ് കമ്പനി ടു എ പബ്ലിക് കമ്പനി അതൊക്കെ നമ്മൾ നേരത്തെ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്ത് തന്നെയാണ്. അത് തന്നെയാണ് ഇവിടെ സെയിം തന്നെയാണ് ഇവിടെ പ്രൊസീജിയേഴ്സ്. നമ്മൾ എന്ത് മാറ്റം വരുത്താൻ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലും മെമ്മോറാൻഡത്തിൽ എന്ത് ചേഞ്ചസ് വരുത്താനും നമ്മളത് രജിസ്ട്രാർ ഓഫ് കമ്പനീസിനെ അറിയിക്കണം. നമ്മളിപ്പോൾ പ്രൈവറ്റ് കമ്പനി പബ്ലിക് കമ്പനി ആക്കുകയാണെങ്കിലും പ്രൈവറ്റ് കമ്പനി ആക്കുകയാണെങ്കിലും നമ്മൾ സ്പെഷ്യൽ റെസൊല്യൂഷൻ നമ്മൾ മീറ്റിങ്ങിൽ പാസ്സാക്കണം. ആ പാസ്സാക്കി വിത്തിൻ 30 days അത് രജിസ്ട്രാറിൻ്റെ അടുത്ത് സബ്മിറ്റ് ചെയ്യണം. അങ്ങനെ സബ്മിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അത് പ്രോപ്പറായിട്ട് ഓൾട്ടേഡ് ആയിട്ട് വരുള്ളൂ. ഇനി പബ്ലിക് കമ്പനി പ്രൈവറ്റ് കമ്പനി ആക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം, അതിൻ്റെ കൂടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവലും വാങ്ങിക്കണം. അതായത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവലും കൂടെ വാങ്ങിച്ചിട്ടാണ് നമ്മൾ രജിസ്ട്രാറിനെ സമീപിക്കുക. സ്പെഷ്യൽ റെസൊല്യൂഷൻ്റെ കോപ്പിയും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഓർഡറിൻ്റെ കോപ്പിയും കൂടെ നമ്മൾ രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ പോയിട്ട് 15 days നമ്മൾ സബ്മിറ്റ് ചെയ്യണം. ദ ലിമിറ്റേഷൻ ഓൺ പവർ ടു ഓൾട്ടർ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ നമുക്ക് ഓൾട്ടർ ചെയ്യാനുള്ള കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അതാണ് ഫസ്റ്റ്, നോട്ട് ടു ബി കൺസിസ്റ്റൻറ്റ് വിത്ത് മെമ്മോറാൻഡം. അതായത് നമ്മൾ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷന് ചേഞ്ച് വരുത്തുമ്പം നമുക്ക് ഓൾറെഡി ഉള്ള മെമ്മോറാൻഡം ഓഫ് അസോസിയേഷൻ വെച്ചിട്ട് നോക്കുമ്പോൾ അതിൻ്റെ പ്രൊവിഷൻസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ആകാൻ പാടില്ല. ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ വരാൻ പാടില്ല. അങ്ങനെ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചേഞ്ചസ് വരുത്താനായിട്ട് പറ്റില്ല. നോട്ട് ടു ബി ഇൻകൺസിസ്റ്റൻറ്റ് വിത്ത് കമ്പനീസ് ആക്ട് ഓർ എനി അതർ ലോ. കമ്പനീസ് ആക്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിയമപ്രകാരമോ ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടാണ് നമ്മൾ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ നമ്മൾ കൊണ്ടുവരുന്ന ചേഞ്ച് എന്നുണ്ടെങ്കിൽ അതും പെർമിറ്റ് ചെയ്യുന്നതല്ല. നോട്ട് ടു ബി ഇൻകൺസിസ്റ്റൻറ്റ് വിത്ത് എനി ഓൾട്ടറേഷൻ മെയ്ഡ് ബൈ ദി ട്രിബ്യൂണൽ. ഇപ്പോൾ ട്രിബ്യൂണലിൽ നമ്മൾ എന്തെങ്കിലും കേസ് പോകുകയാണ്, അവർ നമ്മുടെ അടുത്ത് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു, നമ്മുടെ മെമ്മോറാൻഡം ചേഞ്ച് ചെയ്യാൻ പറഞ്ഞു, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ചെയ്യാൻ പറഞ്ഞു, നമ്മുടെ അടുത്ത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തു, അവർ നമ്മുടെ അടുത്ത് പറയും ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന്. അങ്ങനെ ആ പറഞ്ഞതിന് ഓൾട്ടർനേറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടോ അതിന് കോൺട്രഡിക്ടറി ആയിട്ട് നമ്മൾ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ചേഞ്ച് ചെയ്യാനായിട്ട് പാടില്ല. അടുത്തത്, ദി ഓൾട്ടേർഡ് ആർട്ടിക്കിൾസ് മസ്റ്റ് നോട്ട് ഇൻക്ലൂഡ് എനിത്തിങ് വിച്ച് ഈസ് ഇല്ലീഗൽ ഓർ ഓപ്പോസിറ്റ് ടു പബ്ലിക് പോളിസി ഓർ അൺലോഫുൾ. ഇല്ലീഗലായിട്ടോ അല്ലെങ്കിൽ പബ്ലിക് പോളിസിക്ക് എതിരായിട്ടുള്ളതോ നിയമപരമല്ലാത്തതോ ആയിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ചേഞ്ച് ചെയ്യാനായിട്ട് പാടില്ല. The alteration must be bona fide for the benefit of the company as a whole. It should not constitute a fraud or oppress the minority. ഒരു കമ്പനിയുടെ ഒരു കോമൺ ബെനിഫിറ്റിന് വേണ്ടിയിട്ടായിരിക്കണം ആർട്ടിക്കിൾസ് മാറ്റാനായിട്ട്. അതല്ലാതെ ഒരു മൈനോറിറ്റീനെ അടിച്ചമർത്താനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫ്രോഡിന് വേണ്ടിയിട്ടോ നമ്മൾ ആർട്ടിക്കിൾസ് ചേഞ്ച് ചെയ്യാനായിട്ട് പാടില്ല. ചില ഓൾട്ടറേഷൻസ് റെട്രോസ്പെക്റ്റ്, അതായത് ചില നെഗറ്റീവ് എഫക്ട്സ് ഒക്കെ ഉണ്ടാകും. പക്ഷേ ആസ് എ വോൾ നോക്കുമ്പോൾ കമ്പനിക്ക് ബെനിഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ഓക്കെയാണ്. ദെൻ 6th ലിമിറ്റേഷൻ എന്ന് പറയുമ്പോൾ ആൾട്ടറേഷൻ ഓഫ് ആർട്ടിക്കിൾസ് ടു എഫക്റ്റ് കൺവേർഷൻ ഓഫ് എ പബ്ലിക് കമ്പനി ടു എ പ്രൈവറ്റ് കമ്പനി കനോട്ട് ബി മെയ്ഡ് വിത്തൗട്ട് ദ അപ്രൂവൽ ഓഫ് ദി സെൻട്രൽ ഗവൺമെൻറ്. അതായത് ഒരു പബ്ലിക് കമ്പനി ഒരു പ്രൈവറ്റ് കമ്പനി ആക്കി മാറ്റണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ മാറ്റണമെന്നുണ്ടെങ്കിൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ വേണം. എ കമ്പനി കനോട്ട് ജസ്റ്റിഫൈ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് വിത്ത് തേർഡ് പാർട്ടീസ് ഓർ അവയുടെ കോൺട്രാക്ട് ലയബിലിറ്റി ബൈ ഓൾട്ടറിങ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ നമ്മൾ മാറ്റിയിട്ട് നമ്മളിപ്പോൾ ഓൾറെഡി എൻ്റർ ചെയ്തൊരു കോൺട്രാക്റ്റിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കില്ല. ഇൻ കേസ് നമുക്കങ്ങനെ മാറ്റണം നിർബന്ധമാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളമാണോ നമ്മൾ തേർഡ് പാർട്ടിക്ക് നമ്മൾ ലോസ് ഉണ്ടാക്കുന്നത് ആ എമൗണ്ട് നമ്മൾ മീറ്റ് ചെയ്യാൻ തയ്യാറാണ്, നമുക്ക് ആ എമൗണ്ട് പേ ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആർട്ടിക്കിൾസ് ഓൾട്ടർ ചെയ്യാനായിട്ട് സാധിക്കും. Then retrospective operations of articles. The amended regulation in the articles of association cannot operate retrospectively but only from the date of amendment. അതായത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ നമ്മൾ എന്നാണോ അമെൻഡ് ചെയ്ത് നമുക്ക് അതിൻ്റെ പെർമിഷൻ കിട്ടുന്നത് അന്ന് മുതലാണ് അത് എഫക്റ്റ് ആയിട്ട് വരിക. അതിനു മുമ്പേ തന്നെ അതാവരുത് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ദെൻ അടുത്തത് എഫക്ട്സ് ഓഫ് ഓൾട്ടേർഡ് ആർട്ടിക്കിൾസ്. ഓൾട്ടറേഷൻ ബൈൻഡ്സ് മെമ്പേഴ്സ് ഇൻ ദ സെയിം വേ ആസ് ഇറ്റ്സ് ഒറിജിനൽ. അതായത് ഒറിജിനൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എങ്ങനെയാണോ
കമ്പനീനെ മാനേജ്മെൻറ്റിനെയും ബൈൻഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ആയിരിക്കും ഓൾട്ടർ ചെയ്ത ആർട്ടിക്കിൾസും ബൈൻഡ് ചെയ്യുന്നത്. There is a clear power to alter the articles and as altered they bind members just in the same way as passage. അതായത് ഒറിജിനൽ ആർട്ടിക്കിൾസ് എങ്ങനെയാണോ ഉണ്ടായിരുന്നത് എങ്ങനെയാണ് മെമ്പേഴ്സിനും കമ്പനിക്കും എല്ലാവർക്കും പാലിച്ചുകൊണ്ടിരുന്നത് അതേപോലെ തന്നെ അതേ എഫക്റ്റിനെയാണ് പുതിയ ആർട്ടിക്കിൾസ്, അതായത് ചേഞ്ച് വരുത്തിയ ആർട്ടിക്കിൾസും അതേപോലെ തന്നെയാണ് കമ്പനിയിലുള്ളവർ ഫോളോ ചെയ്യേണ്ടത്. ദെൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മെമ്മോറാൻഡം ആൻഡ് ആർട്ടിക്കിൾസ്. മെമ്മോറാൻഡത്തിൻ്റെ ആർട്ടിക്കിൾസിന് തമ്മിലുള്ള റിലേഷൻഷിപ്പ്. മെമ്മോറാൻഡം എന്ന് പറയുന്നത് ഒരു പ്രൈമറി ഡോക്യുമെൻ്റ് ആയിട്ടാണ് അത് കൺസിഡർ ചെയ്യുന്നത്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്. സെക്കൻഡ് ഇമ്പോർട്ടൻ്റ് ഡോക്യുമെൻ്റ് ആണ് ആർട്ടിക്കിൾസ്. മെമ്മോറാൻഡം എന്ന് പറയുമ്പോൾ കമ്പനിക്കും കമ്പനീൻ്റെ ഔട്ട്സൈഡുള്ള ആൾക്കാരെ റിലേഷൻഷിപ്പിനും ഇതാക്കുന്നതാണ് മെമ്മോറാൻഡം. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുമ്പോൾ ഇൻറ്റേർണൽ ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അതായത് മെമ്മോറാൻഡത്തിൽ എന്തൊക്കെയാണ് നമ്മൾ പറയുന്നത്, കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ്, അവരുടെ പവേഴ്സ്, അവർക്ക് എന്തൊക്കെ ചെയ്യാനുള്ള അധികാരമുണ്ട്, ഇതൊക്കെയാണ് മെമ്മോറാൻഡത്തിൽ പറയുന്നത്. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ കമ്പനീൻ്റെ ഉള്ളിലുള്ള ആൾക്കാരുടെ ഫങ്ഷൻസ്, അവർ ഫോളോ ചെയ്യുന്ന റൂൾസ്, റെഗുലേഷൻസ്, പ്രൊസീജിയേഴ്സ്, ആ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നതാണ് ആർട്ടിക്കിൾസ്. ഇപ്പം മെമ്മോറാൻഡം ആർട്ടിക്കിളിലും എന്തെങ്കിലും ഒരു കാര്യം കോൺട്രഡിക്ടറി ആയിട്ടാണ് വരുന്നത് ഉണ്ടെങ്കിൽ അങ്ങനെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ മെമ്മോറാൻഡമാണ് ഫോളോ ചെയ്യുക, ആർട്ടിക്കിൾസ് അല്ല ഫോളോ ചെയ്യുക. കാരണം മെമ്മോറാൻഡത്തിനാണ് ആർട്ടിക്കിൾസിനെക്കാട്ടി കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ മെമ്മോറാൻഡം ആൻഡ് ആർട്ടിക്കിൾസ്. ഫസ്റ്റ് ഡിസ്റ്റിങ്ഷൻ പറയുമ്പോൾ ദ മെമ്മോറാൻഡം കണ്ടെയ്ൻസ് ദ ഫണ്ടമെൻ്റൽ കണ്ടീഷൻസ് upon which alone the company is allowed to be incorporated. നേരത്തെ പറഞ്ഞ മാതിരി കമ്പനി എന്തിനാണ് ഫോം ചെയ്തിട്ടുള്ളത്, എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഫോം ചെയ്തിട്ടുള്ളത്, ഇതെല്ലാം മെമ്മോറാൻഡത്തിനകത്താണ് പറയുന്നത്. അത് ഔട്ട്സൈഡ് പബ്ലിക്കിന് വേണ്ടിയിട്ട് ബെനിഫിറ്റ് ചെയ്യുന്ന രീതിയിലാണ് മെമ്മോറാൻഡം നമ്മൾ വെക്കുന്നത്. അതായത് ക്രെഡിറ്റേഴ്സിന്, ഇപ്പോൾ ഔട്ട്സൈഡ് പബ്ലിക്കിന്, ഷെയർ ഹോൾഡേഴ്സിന്, ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് അറിയണം, അവർക്കാണ് മെമ്മോറാൻഡത്തിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത്. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുമ്പോൾ ഇൻറ്റേർണൽ റെഗുലേഷന് വേണ്ടിയിട്ടാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ വെച്ചിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, മെമ്മോറാൻഡം ലിസ്റ്റ് ഡൗൺ ദി ഏരിയ ബിയോണ്ട് വിത്ത് ദി ആക്ടിവിറ്റീസ് ഓഫ് ദി കമ്പനി കനോട്ട് ഗോ. മെമ്മോറാൻഡത്തിൽ കമ്പനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, അതിൻ്റെ പുറത്തോട്ട് കമ്പനിക്ക് ഒരു കാര്യം ചെയ്യാനായിട്ട് പാടില്ല മെമ്മോറാൻഡത്തിൽ. ആർട്ടിക്കിൾസ് എന്ന് പറയുമ്പം ഇൻസൈഡ് ഏരിയയാണ്, ഒരു കമ്പനിയുടെ വർക്കിംഗ്, അതായത് ഡയറക്ടേഴ്സ്, മാനേജേഴ്സ്, അവരുടെ വർക്കിംഗ് ആണ് ആർട്ടിക്കിൾസിനകത്ത് പറയുന്നത്. അവരെ റെഗുലേറ്റ് ചെയ്യാനുള്ളതാണ് ആർട്ടിക്കിൾസ്. തേർഡ് ഡിഫറൻസ് എന്ന് പറയുമ്പം മെമ്മോറാൻഡം ഓൾട്ടർ ചെയ്യാനായിട്ട് സ്പെഷ്യൽ പ്രൊസീജിയേഴ്സാണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ചും കൂടെ പുതുമായിട്ടായിട്ടുള്ള പ്രൊസീജിയേഴ്സാണ് മെമ്മോറാൻഡം മാറ്റാനായിട്ട്. അതിന് പെർമിഷൻ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും ട്രിബ്യൂണലിൻ്റെ മിക്ക സിറ്റുവേഷനിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും ട്രിബ്യൂണലിൻ്റെയും പെർമിഷൻ വേണം മെമ്മോറാൻഡം ചേഞ്ചസ് വരുത്താനായിട്ട്. പക്ഷേ ആർട്ടിക്കിൾസ് ചേഞ്ചസ് വരുത്താൻ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയാൽ മതി. ദെൻ മെമ്മോറാൻഡം കമ്പനീസ് ആക്ടിൻ്റെ അണ്ടറിൽ വരുന്ന കാര്യമാണ്. അതായത് മെമ്മോറാൻഡത്തിൻ്റെ കമ്പനീസ് ആക്ടിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. കാരണം അതിനകത്തോട്ട് അതിൻ്റെ പ്രൊവിഷൻസിനെ കോൺട്രറി ആക്കരുതെന്ന് മാത്രം നോക്കിയാൽ മതി മെമ്മോറാൻഡം ഓഫ് അസോസിയേഷൻ ആകുമ്പോൾ. പക്ഷേ ആർട്ടിക്കിൾസിനകത്ത് അങ്ങനെയല്ല. ആർട്ടിക്കിൾസ് സബ്സിഡറി ടു ബോത്ത് കമ്പനീസ് ആക്ട് ആൻഡ് മെമ്മോറാൻഡത്തിൻ്റെ കമ്പനീസ് ആക്ടിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ആർട്ടിക്കിൾസ്. അപ്പം ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലുള്ള പ്രൊവിഷൻസ് ഒരു കാരണവശാലും കമ്പനീസ് ആക്റ്റോ അല്ലെങ്കിൽ മെമ്മോറാൻഡത്തിൻ്റെ പ്രൊവിഷൻസ് വെച്ചിട്ട് കോൺട്രഡിക്ടറി ആവാനായിട്ട് പാടില്ല. ഫിഫ്ത്ത് വൺ, മെമ്മോറാൻഡത്തിൻ്റെ ഔട്ട്സൈഡായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ വോയിഡാണ്, അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല, അത് വാലിഡ് അല്ല എന്നാണ് പറയാം. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഇപ്പോൾ മെമ്മോറാൻഡത്തിൻ്റെ പുറത്തോട്ട് നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അത് അവർക്ക് എന്ത് ചെയ്താലും അത് തിരുത്താനായിട്ട് സാധിക്കില്ല. അതായത് എല്ലാവരും കൂടെ എല്ലാ ഷെയർ ഹോൾഡേഴ്സും പറയും അത് ആർക്കും എതിർപ്പില്ലാതെ ആ കാര്യം ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ പോലും മെമ്മോറാൻഡത്തിൽ ആ കാര്യം മെൻഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വാലിഡ് ആവില്ല. പക്ഷേ ആർട്ടിക്കിൾസിനകത്ത് അങ്ങനെയല്ല. ആർട്ടിക്കിൾസിനകത്ത് ഇല്ലാത്തൊരു കാര്യം ആരെങ്കിലും ഡയറക്ടേഴ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ അത് റാറ്റിഫൈ ചെയ്ത് ശരിയാക്കാവുന്നതാണ്. അതാണ് മെമ്മോറാൻഡം ആർട്ടിക്കിൾസും തമ്മിലുള്ള ഡിഫറൻസ്. അടുത്തത് ബൈൻഡിങ് എഫക്റ്റ് ഓഫ് മെമ്മോറാൻഡം ആൻഡ് ആർട്ടിക്കിൾസ്. എങ്ങനെയാണ് മെമ്മോറാൻഡം ആർട്ടിക്കിളും ബൈൻഡിങ് എഫക്റ്റ്, അവരുടെ ബൈൻഡിങ് എഫക്റ്റ് എങ്ങനെയാണെന്നുള്ളതാണ്. മെമ്പേഴ്സ് ബൗണ്ട് ടു ദി കമ്പനി. ഒരു കമ്പനിയിലെ മെമ്പേഴ്സ് എങ്ങനെയാണ് കമ്പനിയായിട്ട് ബൗണ്ട് ചെയ്യുന്നത്. ഈച്ച് മെമ്പർ മസ്റ്റ് ഒബ്സർവ് ദി പ്രൊവിഷൻസ് ഓഫ് ദി മെമ്മോറാൻഡം ആൻഡ് ആർട്ടിക്കിൾസ്. എവറി മെമ്പർ ഈസ് ബൗണ്ട് ബൈ വെദർ ഈസ് കണ്ടെയ്ൻഡ് ഇൻ ദി മെമ്മോറാൻഡം ആൻഡ് ആർട്ടിക്കിൾസ്. എല്ലാ മെമ്പേഴ്സും അവരുടെ ആക്ഷൻസ് എല്ലാം
മെമ്മോറാൻഡത്തിൻ്റെ ആർട്ടിക്കിൾസിൻ്റെ പ്രൊവിഷൻസിൻ്റെ ഉള്ളിലുള്ളതാണോ എന്ന് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. Each member is not only bound by the covenants of memorandum and articles as originally framed but as altered from time to time in accordance with the provisions of the Companies Act. ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ സമയത്തുള്ള മെമ്മോറാൻഡം അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ആയില്ല കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ അതിനെന്തെങ്കിലും ചേഞ്ചസ് വരുത്തുകയാണെന്നുണ്ടെങ്കിൽ ആ ചേഞ്ചിനനുസരിച്ച് മെമ്പേഴ്സിൻ്റെ അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഡ്യൂട്ടിക്കും ഒബ്ലിഗേഷനും എല്ലാത്തിനും ചേഞ്ച് വരും. അപ്പോൾ അതിനനുസരിച്ച് വേണം മെമ്പേഴ്സ് ആക്ട് ചെയ്യാനായിട്ട്. രണ്ടാമത്തത് കമ്പനി ബൗണ്ട് ടു മെമ്പേഴ്സ്. എങ്ങനെയാണ് മെമ്പേഴ്സിനടുത്ത് കമ്പനി ബൗണ്ട് ചെയ്തിട്ടുള്ളത്? എ കമ്പനി ഈസ് ബൗണ്ട് ടു മെമ്പേഴ്സ് ബൈ വെദർ ഈസ് കണ്ടെയ്ൻ ഇൻ ഇസ് മെമ്മോറാൻഡം ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. അതിനകത്ത് മെമ്മോറാൻഡത്തിലെ ആർട്ടിക്കിൾസിനകത്തും പറഞ്ഞിട്ടുണ്ട് കമ്പനി എങ്ങനെയാണ് മെമ്പേഴ്സിനെ ട്രീറ്റ് ചെയ്യേണ്ടത്. മെമ്പേഴ്സ് ക്യാൻ റിസ്ട്രെയിൻ എ കമ്പനി ഫ്രം സ്പെൻഡിങ് മണി ഓൺ അൾട്രാവൈസ് ട്രാൻസാക്ഷൻ. അതായത് മെമ്പറിന് ഇപ്പോൾ മെമ്മോറാൻഡത്തിൻ്റെ പുറത്ത് വരുന്ന എന്തെങ്കിലും ട്രാൻസാക്ഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കമ്പനി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മെമ്പേഴ്സിന് അതിനെ നിർത്താനായിട്ട് സാധിക്കും. അതിനുള്ള പവർ മെമ്പേഴ്സിനുണ്ട്. ദെൻ മെമ്പേഴ്സ് ബൗണ്ട് ടു മെമ്പേഴ്സ്. വിത്തിൻ മെമ്പേഴ്സ് അവർ ബൗണ്ട് ചെയ്തിട്ടുള്ളതാണ്. ആർട്ടിക്കിൾസ് ബൈൻഡ് ദ മെമ്പേഴ്സ് ഇൻഡസ്ട്രി ദാറ്റ് ഈസ് വൺ ടു അനദർ ആസ് ഫാർ ആസ് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് അറൈസിംഗ് അണ്ടർ ദ ആർട്ടിക്കിൾസ് ആർ കൺസേൺ. The articles of association will have a contractual force between the company and its members and also between members industry in relation to their rights or such members. ഒരു മെമ്പറിന് ബാക്കിയുള്ള മെമ്പേഴ്സായിട്ടുള്ള റിലേഷനും കമ്പനിക്ക് മെമ്പേഴ്സായിട്ടുള്ള റിലേഷനും മെമ്പറിന് കമ്പനി ആയിട്ടുള്ള റിലേഷനും ഇതെല്ലാം ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ പറഞ്ഞിട്ടുണ്ട്. അത് എൻഫോഴ്സ് ചെയ്യുന്ന ഒരു കാര്യമാണ് അവരുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. എ മെമ്പർ ഓഫ് എ കമ്പനി ഹാസ് നോ റൈറ്റ് ടു ബ്രിങ് എ സ്യൂട്ട് ടു എൻഫോഴ്സ് ദ ആർട്ടിക്കിൾസ് ഇൻ ഹിസ് ഓൺ നെയിം. അതായത് ഒരു മെമ്പറിന് കമ്പനീൻ്റെ ആർട്ടിക്കിൾസിൽ മെൻഷൻ എന്തെങ്കിലും ഒരു കാര്യം അയാളുടെ സ്വന്തം ഇതാണെന്നും പറഞ്ഞിട്ട് വേറൊരു മെമ്പറിന് എഗെയിൻസ്റ്റ് കേസ് കൊടുക്കാനായിട്ട് സാധിക്കില്ല. അതായത് ഇപ്പോൾ രണ്ട് മെമ്പറുണ്ട്, എ ആൻഡ് ബി. ഇപ്പം എ പറയാണ് ബി ഇന്ന കാര്യം ചെയ്തത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് നേരെ പോയിട്ട് കേസ് കൊടുക്കാനായിട്ട് സാധിക്കില്ല. എ ആദ്യം കമ്പനീൻ്റെ അടുത്ത് പറയണം, കമ്പനിയാണ് ബീന് എതിരെ സ്യൂ ചെയ്യേണ്ടത്. Then a shareholder may however sue in his own name to restrain another or others from doing fraudulent or ultra-vires act. പക്ഷേ മെമ്മോറാൻഡത്തിൻ്റെ കേസാകുമ്പം ഷെയർ ഹോൾഡേഴ്സ് അങ്ങനെയല്ല. ഷെയർ ഹോൾഡേഴ്സിന് വേണമെങ്കിൽ വേറെ ഷെയർ ഹോൾഡേഴ്സിന് ഡയറക്റ്റായിട്ട് സൂ ചെയ്യാവുന്നതാണ്. Then whether a company or members bound to outsiders. Memorandum and articles do not confer any contractual rights upon outsiders against the company or its members even though the name of the outsider is mentioned in the articles. ആർട്ടിക്കിൾസിൽ ഇപ്പോൾ ഒരു ഔട്ട്സൈഡറിൻ്റെ പേര് മെൻഷൻ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് മെമ്മോറാൻഡം ഓർ ആർട്ടിക്കിൾസ് അതിനനുസരിച്ച് അവരുടെ കമ്പനീൻ്റെ ഉള്ളിലുള്ള ആൾക്കാരോ അല്ലെങ്കിൽ അതിൻ്റെ മെമ്പേഴ്സോ ആയിട്ട് ഔട്ട്സൈഡേഴ്സിന് ഒരു കോൺട്രാക്ച്വൽ എഗ്രിമെൻറ്റോ റൈറ്റ്സോ ഒരു ഒബ്ലിഗേഷൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ല. whether directors are bound by whatever is contained in the articles. Directors of a company derive their powers from the articles and are subject to limitation if any applied on their powers by the articles. ഡയറക്ടേഴ്സിനാണ്. പക്ഷെ ഡയറക്ടേഴ്സിൻ്റെ കാര്യം വരുമ്പം ആർട്ടിക്കിൾസിനകത്ത് എന്താണ് പറഞ്ഞത് അതാണ് ഡയറക്ടേഴ്സിൻ്റെ പവർ. അപ്പം അതിന് പുറത്തോട്ട് അവർക്ക് ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല. അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ ആയിരിക്കും അവരുടെ ആക്ഷൻസിന് ലയബിൾ ആവും. ദെൻ ഡോക്ടറേറ്റ് ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ്. നമ്മൾ രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ പോയിട്ട് മെമ്മോറാൻഡം സബ്മിറ്റ് ചെയ്യും, ആർട്ടിക്കിൾസ് സബ്മിറ്റ് ചെയ്യും, ഇതെല്ലാം പറഞ്ഞു. അങ്ങനെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് അത് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അത് നമ്മളെ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പബ്ലിക് ഡോക്യുമെൻറ്റ്സ് ആയിട്ട് മാറും. ആർക്ക് വേണമെങ്കിലും ഒരു പ്രിസ്ക്രൈബ്ഡ് ഫീ കൊടുത്ത് പേ ചെയ്ത് കഴിഞ്ഞാൽ ഈ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, മെമ്മോറാൻഡം ഓഫ് അസോസിയേഷൻ ഇതിൻ്റെ എല്ലാം തന്നെ അവർക്ക് ഇലക്ട്രോണിക് ഫോമിൽ അവർക്ക് കാണാനായിട്ട് സാധിക്കും. Section 17 read along with Rule 34 of the Company Incorporation Rules 2014 provides that a company shall, on payment of the prescribed fees, send a copy of each of the following documents to a member within 7 days. അതായത് മെമ്പർ ഇങ്ങനെ പ്രിസ്ക്രൈബ്ഡ് ഫീസ് കൊടുത്തിട്ട് ചോദിക്കുകയാണ്, അതായത് കമ്പനിയുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം കാണണമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പേയ്മെൻറ്റ് നടത്തി 7 ഡേയ്സിനുള്ളിൽ തന്നെ കമ്പനി അതിൻ്റെ പ്രിൻറ്റഡ് കോപ്പീസ് ആർക്ക് കൊടുക്കണം? പ്രിൻറ്റഡ് കോപ്പീസ് എന്ന് പറഞ്ഞാൽ കോപ്പി കൊടുക്കണം. എന്തിൻ്റെയൊക്കെ? മെമ്മോറാൻഡത്തിൻ്റെ കോപ്പി കൊടുക്കണം, ആർട്ടിക്കിൾസിൻ്റെ കോപ്പി കൊടുക്കണം, എല്ലാ എഗ്രിമെൻറ്റും റെസൊല്യൂഷനും അത്രയും കാലം വരെയുള്ള എഗ്രിമെൻറ്റ്സും റെസൊല്യൂഷനും എല്ലാം അവർ ഈ പേ ചെയ്ത ആൾക്കാർ ആരാണോ കോപ്പി ചോദിച്ചത് അവർക്ക് കൊടുക്കണം. ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ കമ്പനിയും അതേപോലെ ഏത് ഓഫീസറാണോ ചെയ്യാതിരുന്നത്, ഡിഫോൾട്ട് ചെയ്തിട്ടുള്ള ഓഫീസർ ആരാണോ അവർക്ക് 2 പേർ കമ്പനിക്കും
1000 പെർ ഡേ വെച്ചിട്ട് ഫൈൻ ഈടാക്കും. അപ് ടു 1 lakh rupees വരെ ഫൈൻ ഈടാക്കും. ഏതാണോ കുറവ് അതായിരിക്കും കൊടുക്കേണ്ടി വരിക. എവരി പേഴ്സൺ ഡീലിംഗ് വിത്ത് കമ്പനീസ് പെർസ്യൂം ടു ഹാവ്, അത് എല്ലാ കമ്പനിയായിട്ട് ഡീൽ ചെയ്യുന്ന എല്ലാ ആൾക്കാരും ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം വായിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ള ഒരു പെർസ്പെക്റ്റീവാണ് ഉള്ളത്. അതാണ് ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് എന്ന് പറയുന്നത്. അതായത് ഈ മെമ്മോറാൻഡും ആർട്ടിക്കിൾസും എല്ലാം പബ്ലിക്കലി അവൈലബിൾ ആണ്. അപ്പം ആ ഒരു കമ്പനിയായിട്ട് ഡീൽ ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും ഇത് അറിഞ്ഞിട്ടാണ് വന്ന് ഡീൽ ചെയ്യുന്നത് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനകത്തൊരു കാര്യം സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ട് അതിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ട് ആ ഒരു കമ്പനി ആയിട്ട് നമ്മളൊരു ഡീൽ ഉറപ്പിച്ചതിന് ശേഷം നമുക്ക് അവരെ പോയിട്ട് സ്യൂ ചെയ്യാനായിട്ട് കഴിയില്ല. അതായത് അവരുടെ മേൽ അവരിങ്ങനെ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് കേസ് കൊടുക്കാനായിട്ട് കഴിയില്ല. കാരണം ആ ആർട്ടിക്കിൾസിനകത്ത് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഇതിനകത്ത് ഇവിടെ താഴെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഒരു ബില്ല് ഓഫ് എക്സ്ചേഞ്ച് ഒരു കമ്പനി ആർട്ടിക്കിൾസിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒരു ബില്ല് ഓഫ് എക്സ്ചേഞ്ച് വാലിഡ് ആവണമെന്നുണ്ടെങ്കിൽ 2 ഡയറക്ടേഴ്സ് സൈൻ ചെയ്യണമെന്ന്. അപ്പം ഒരാൾ മാത്രം സൈൻ ചെയ്തിട്ട് ഒരു ബില്ല് ഓഫ് എക്സ്ചേഞ്ച് നമ്മൾ വാങ്ങിച്ചു കൊണ്ടുവരാം. അപ്പം അവർ ആ എമൗണ്ട് നമുക്ക് പേ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ബില്ല് ഓഫ് എക്സ്ചേഞ്ച് കൊണ്ടിട്ട് കോർട്ടിൽ കൊടുത്തിട്ട് നമുക്കിതിങ്ങനെ ബില്ല് ഓഫ് എക്സ്ചേഞ്ചിനകത്തുള്ള പേയ്മെൻറ്റ് നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് കേസ് കൊടുക്കാനായിട്ട് സാധിക്കില്ല. കാരണം ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനകത്ത് പറഞ്ഞിട്ടുണ്ട് മിനിമം 2 പേര് എന്താണെങ്കിലും മിനിമം 2 ഡയറക്ടേഴ്സ് സൈൻ ചെയ്തിരിക്കണം, എന്നാലേ വാലിഡ് ആവുള്ളൂ എന്ന് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതാണ് ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് എന്ന് പറയുന്നത്. ദെൻ ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റ്. ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പം ഇപ്പോൾ നമ്മുടെ ഇൻറ്റേർണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ എന്തെങ്കിലും കാര്യം ആർട്ടിക്കിൾസിനകത്ത് പറയുകയാണ് ഇന്ന കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം, അല്ലെങ്കിൽ ഒരു ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സാക്കണം എന്ന് ആർട്ടിക്കിൾസിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊരു ഇൻറ്റേർണൽ ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ്. അപ്പം ഔട്ട്സൈഡർ ആയിട്ടുള്ള നമുക്ക് പോയിട്ട് അവരത് പാസ്സാക്കിയോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കൺഫേം ചെയ്യാനായിട്ട് കഴിയില്ല. അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പം നമുക്കാണ് സപ്പോർട്ട് വരിക. അതാണ് ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റ്. നമ്മൾ അസ്യൂം ചെയ്യാണ് അവരത് ഇപ്പോൾ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കോൺട്രാക്റ്റിൽ അല്ലെങ്കിൽ എന്താണോ എഗ്രിമെൻ്റ് അതിനകത്തോട്ട് ഏർപ്പെടുന്നത് നമ്മൾ അസ്യൂം ചെയ്തിട്ടാണ്. അത് ഇൻറ്റേർണൽ ആയിട്ടുള്ള മാനേജ്മെൻറ്റ് അവർ പറഞ്ഞ പോലെ തന്നെ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ആ എഗ്രിമെൻ്റ് അല്ലെങ്കിൽ കോൺട്രാക്റ്റിലോട്ട് എൻ്റർ ചെയ്യണമെന്നുള്ള പെർസ്പെക്റ്റീവാണ്. അതാണ് ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റ്. There are no means to ascertain whether necessary sanctions and approvals have been obtained before a certain officer exercises his power, which as per articles can only be exercised subject to certain approvals. അതായത് ആർട്ടിക്കിൾസ് പ്രകാരം ഒരു അപ്രൂവലോ സാങ്ഷൻസോ എന്തെങ്കിലും കിട്ടിയിട്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ആ കമ്പനിയായിട്ട് ആ കാര്യത്തിന് വേണ്ടി ഡീൽ ചെയ്യുന്ന ആൾക്കാർ പെർസ്യൂം ചെയ്യും അല്ലെങ്കിൽ അസ്യൂം ചെയ്യും ആ കാര്യങ്ങൾ ആ ഓഫീസർ അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, അവർക്ക് അപ്രൂവൽ വാങ്ങിച്ചിട്ടുണ്ട്, സാങ്ഷൻ വാങ്ങിച്ചിട്ടുണ്ട് എന്ന് അസ്യൂം ചെയ്തിട്ടാണ് നമ്മൾ ആ ആക്ടിവിറ്റിയിൽ നമ്മൾ ഏർപ്പെടുക. അതിനെയാണ് നമ്മൾ ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റ് എന്ന് പറയും. ഇത് ഒരു ഔട്ട്സൈഡേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഡോക്ട്രിനാണ്. മറ്റേത് എഗെയിൻസ്റ്റ് വരുന്നൊരു കാര്യമാണ്. ഇത് സ്പെഷ്യൽ റെസൊല്യൂഷൻ്റെ കാര്യത്തിൽ വരില്ല. ഓർഡിനറി റെസൊല്യൂഷൻ ആണെങ്കിൽ കറക്റ്റാണ്. ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇവിടെ സ്പെഷ്യൽ റെസൊല്യൂഷൻ ആകുമ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കുമ്പോൾ അത് രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ സബ്മിറ്റ് ചെയ്യണം സെക്ഷൻ 117 പ്രകാരം. അതുകൊണ്ട് തന്നെ ആ കമ്പനിയിൽ ഡീൽ ചെയ്യുന്ന എല്ലാവരും ആ ഡോക്യുമെൻ്റ് വായിച്ചിട്ടുണ്ട് എന്നുള്ള പെർസ്പെക്റ്റീവിലാണ് എടുക്കുക. അതായത് സ്പെഷ്യൽ റെസൊല്യൂഷൻ്റെ കാര്യത്തിൽ നമ്മൾ ഇത് ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസാണ് നമുക്ക് ഫോളോ ചെയ്യേണ്ടി വരിക. കാരണം അത് പബ്ലിക്കിൽ അവൈലബിൾ ആയിട്ടുള്ളൊരു ഡോക്യുമെൻ്റാണ് സ്പെഷ്യൽ റെസൊല്യൂഷൻ്റെ ഡീറ്റെയിൽസ്. ദെൻ എക്സെപ്ഷൻസ് ടു ദി ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റ്. ഇൻഡോർ മാനേജ്മെൻറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യാത്ത സിറ്റുവേഷൻസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ ദ ഔട്ട്സൈഡർ ഹാഡ് നോളജ് ഓഫ് ഇറഗുലാരിറ്റി. അതായത് നമ്മൾ ഓൾറെഡി ആരാണോ ഇപ്പോൾ തേർഡ് പാർട്ടി ബി ആണ് ഒരു കമ്പനിയായിട്ട് ഡീൽ വെക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ബീന് ഓൾറെഡി അറിയാണ് അതായത് ഇവർ ചെയ്തിട്ടില്ല, ഇവർ ഔട്ട്സൈഡ് ഓഫ് അവരുടെ പവറിന് ഔട്ട്സൈഡായിട്ടാണ് ചെയ്യുന്നത് എന്ന് അവർക്ക് മനസ്സിലാക്കിയിട്ട് പിന്നെയും അതിന് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ കാര്യം ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനൊന്നും ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റ് തയ്യാറാവില്ല. അത് ഹെൽപ്പ് ചെയ്യില്ല. അതേമാതിരി നോ നോളജ് ഓഫ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ അല്ലെങ്കിൽ മെമ്മോറാൻഡം അസോസിയേഷൻ അവർക്ക് വായിച്ചിട്ട് നോക്കിയിട്ടേ ഇല്ല, അവർ ശ്രദ്ധിച്ചിട്ടേ ഇല്ല എന്നുണ്ടെങ്കിലും ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യില്ല. അതേമാതിരി ഫോർജറി, അതായത് ഇപ്പോൾ ഒരു
ഓഫീസർ കൃത്രിമമായിട്ട് ഇപ്പോൾ 2 ഡയറക്ടറിൻ്റെ സിഗ്നേച്ചർ വേണമെന്ന് പറഞ്ഞാൽ അയാൾ തന്നെത്താനെ പോയിട്ട് 2 സിഗ്നേച്ചർ ഇട്ടിട്ട് ഏതെങ്കിലും എഗ്രിമെൻറ്റിനകത്ത് വരികയാണെന്നുണ്ടെങ്കിൽ അത് കമ്പനീനെ ബാധിക്കുന്ന കാര്യമില്ല. അതിനകത്തും ഇൻഡോർ മാനേജ്മെൻറ്റ്, ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റ് സപ്പോർട്ട് ഉണ്ടാവില്ല. 4-മത്തത് നെഗ്ലിജൻസ്. നെഗ്ലിജൻ്റ് ആയിട്ട് ഒട്ടും ശ്രദ്ധിക്കാതെ എന്തെങ്കിലും കാര്യം ചെയ്തിട്ടാണ് നമുക്ക് പ്രശ്നം വന്നതെന്നുണ്ടെങ്കിൽ അതിനകത്തും ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റ് ഹെൽപ്പ് ഉണ്ടാവില്ല. അതേമാതിരി അതേഴ്സ്, ദ ആക്ട് ഡൺ ഇസ് നോട്ട് മിയർലി അൾട്രാവൈസ്, അതായത് ഡയറക്ടറിൻ്റെയും അല്ലെങ്കിൽ ഓഫീസേഴ്സിൻ്റെ പവറിൻ്റെ ഔട്ട്സൈഡായി മാത്രമല്ല കമ്പനി മൊത്തത്തിൽ, അതായത് ഒരു കമ്പനീൻ്റെ തന്നെ മെമ്മോറാണ്ടത്തിൻ്റെ ഒബ്ജക്റ്റീവിൻ്റെ പുറത്താണ് ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിലും അങ്ങനത്തെ സിറ്റുവേഷനിലും ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റ് ഹെൽപ്പ് ഉണ്ടാവില്ല, അതിൻ്റെ ഹെൽപ്പ് ഉണ്ടാവില്ല. അപ്പം അതാണ് യൂണിറ്റ് 7 ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. താങ്ക് യു.